തൃശൂൽ, നീ എപ്പോഴും എന്റേത് മാത്രമാണ്. എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്തു പറ്റി തൃശൂൽ? എന്താ ഇത്രയൊക്കെ ആയിട്ടും ഇവനെന്തെങ്ങനെ മൗനം പാലിക്കുന്ന? ഇനി എന്നെ എങ്ങാനും സംശയം തോന്നിക്കാണുമോ? തൃശൂൽ, തൃശൂൽ, നീ എന്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാനൊരു നിധി പോലെയാണ് കാത്തു സൂക്ഷിക്കാറുള്ളത്. ആ ഒരു നിർവൃതി എനിക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവേയില്ല. എന്താ തൃശൂൽ ഒന്നും സംസാരിക്കാത്തെ? ഞാൻ കൂടെയുള്ളത് നിനക്കിഷ്ടാവുന്നില്ലേ? മനസ്സിലാവുന്നില്ല ശിവാനി. അറിയില്ല, മനസ്സിലെന്തോ ഒരു അസ്വസ്ഥത പോലെ. അതിന് ഒരു പരിഹാരം ഉണ്ടാവുന്നവരെ ഇനി സംസാരം വേണ്ട. ഇച്ഛാധാരി നാഗങ്ങൾ ഒരാളുമായി ചേരാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഞാൻ തൃശൂലിനെ നേടിയാൽ ശിവാനിയുടെ ഒരു പൂജകളും ഫലം ചെയ്യില്ല. ആദിശേഷൻ എന്റേതായി തീരും. ആദിശേഷ, നിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. നിന്നെ എനിക്ക് വേണം. തൃശൂൽ, തൃശൂൽ, എന്താ ഇങ്ങനെ പെരുമാറുന്നേ? നിനക്ക് എന്നോട് ഒരു സ്നേഹമല്ലേ? സ്നേഹമുണ്ട് ശിവാനി, എന്നാൽ എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ. എന്നോടുള്ള സ്നേഹം കുറഞ്ഞതുപോലെ തോന്നുന്നു. നീ എന്നെ അത്രത്തോളം പ്രേമിക്കുന്നു, ഇത്രത്തോളം പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് കള്ളമാണോ? വെറും സംസാരത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രണയമാണോ? അല്ല ശിവാനി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനായിട്ട് നിന്റെ അടുത്തേക്ക് വരുമ്പോഴും നീ എന്തിനാ അകന്ന് മാറിപ്പോകുന്നേ? എന്നോട് പറ തൃശൂൽ. മനസ്സിന് എന്തോ ഒരു വല്ലായ്മ പോലെ. വല്ലായ്മയോ? നിനക്ക് എന്നോട് ആഗ്രഹങ്ങൾ തോന്നുന്നില്ലേ തൃശൂൽ? എനിക്ക് ഭയം തോന്നുന്നു. ഭയോ? ശിവാനി, നമ്മുടെ രണ്ടുപേരുടെയും ഒരു സാധാരണ സ്നേഹമൊന്നുമല്ല. നമ്മുടെ ഈ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തെ എനിക്ക് ഈ ലോകത്തോട് തന്നെ തുറന്നു പറയണം. നമ്മൾ എല്ലാവരുടെയും മാതൃകയായിരിക്കണമെന്ന് തോന്നുക. എന്നാൽ ഇന്ന് എന്തോ അങ്ങനെയൊന്നും തോന്നുന്നില്ല എനിക്ക്. എന്നുവെച്ചാ? ഹൃദയത്തിലെ സ്നേഹം തുറന്നു പറയാൻ കൂടെയുള്ള ആളുടെ പങ്കാളിത്തം കൂടി വേണ്ടേ? പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നേയില്ല. എന്തുകൊണ്ട് തോന്നുന്നില്ല? ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. നീ എന്റെ കൂടെ തന്നെയുണ്ട്. എന്നാൽ ഇവിടെ മൂന്നാമതൊരാളുടെ സാമീപ്യമുള്ള പോലെ. മൂന്നാമതൊരാളായിട്ട് ആരാ ഇവിടെ ഉള്ളത്? ഇവിടെ ഇപ്പോ നമ്മള് മാത്രല്ലേ ഉള്ളൂ. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇവിടെ ഇവിടെ വേറെ ആരും ഉണ്ട്. ആരോ ഉണ്ട് എന്ന് പിന്നെ ഇങ്ങനെ പറയണ്ട. നോക്ക്, ഇവിടെ വേറെ ആരാ ഉള്ളത്? ഈ കാട്ടിലേക്കൊക്കെ ആര് വരാനാ? എന്നെ അകറ്റാൻ വേണ്ടിട്ട് വെറുതെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കല്ലേ? ശിവാനി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. തൃശൂൽ, ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ആദ്യമായിട്ടല്ലേ നമ്മൾ ഇത്രയും അടുത്തിടപഴകുന്നത്. അതുകൊണ്ടാണ് നിനക്കെങ്ങനെ പേടി തോന്നുന്നു. നമ്മളൊന്ന് ചേർന്ന പിന്നെ എല്ലാം ശരിയാകും.
ശിവാനി പ്ലീസ്. ഇവിടെ നമ്മളെ തമ്മിൽ അകറ്റാൻ ആഗ്രഹിക്കുന്ന ആരും ഉണ്ടെന്ന് തോന്നാം. അതാരാണെന്ന് മനസ്സിലാവുന്നത് വരെ നമ്മളിനി ഒന്നിക്കരുത്. ഇല്ല. ഇതെന്തത്? ഇവിടെ പരുന്തുകൾ വന്ന് നിൽക്കുന്നേ. ഹേയ് ഓ ഹേയ് ഓ ഹേയ് ഗരുഡന്മാർ ആദിശേഷനെ ആക്രമിക്കുന്നുവെങ്കിൽ അവർക്ക് ആദിശേഷനെ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? ഞാൻ അവരെ നേരിട്ടാൽ ഞാൻ നാഗമാണെന്ന് മനസ്സിലാകും. എന്താ ചെയ്യുക? ഇത്രയും ശക്തിയായി കാറ്റ് വീശുന്നത് എന്തുകൊണ്ടാ? നാഗലോകത്തുള്ളവരെ വളരെ പെട്ടെന്ന് ഭയപ്പെടുത്താമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഭ്രമം മാത്രം. വന്നിട്ടുള്ളത് നാഗലോകത്തിന്റെ കാവൽക്കാരന് ആദിശേഷൻ. തൃശൂലിന് അത്രയും ശക്തി എവിടെ നിന്ന് കിട്ടി? അവന് ബോധം എങ്ങനെ തെളിഞ്ഞത്? എവിടെയെല്ലാം നാഗലോകത്തിനെതിരായി അധർമ്മം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ആദിശേഷൻ ഉണ്ടായിരിക്കും. ധർമ്മത്തിന്റെ പാഠം പഠിപ്പിക്കുകയും ചെയ്യും. തൃശൂൽ ആദിശേഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവന് പഴയതെല്ലാം ഓർമ്മ വന്നിട്ടുണ്ടാവുമോ? ഇനി എത്ര ശക്തികൾ ചേർന്നാലും ഞാനും ശിവാനിയും ഒന്നിക്കുന്നത് തടയുവാൻ സാധിക്കുകയില്ല. ശിവാനിയുമായി ഒന്നുചേരാൻ തൃശൂൽ പൂർണ്ണമായും ആദിശേഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവനെ ഞാൻ എന്തെങ്കിലും ചെയ്ത് തടഞ്ഞേ പറ്റൂ. ആദിശേഷ, 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 എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? നിനക്ക് പഴയതെല്ലാം ഓർമ്മ വന്നോ?
ഈ ഒരു നിമിഷത്തിനായി ഞാൻ എത്ര വർഷമായിട്ട് കാത്തിരിക്കുകയാണെന്ന് നിനക്കറിയോ ആദിശേഷ? എന്തുപറ്റി ആദിശേഷ? നീ എന്റെ ശിവാനിയല്ല. എന്റെ ശിവാനി എനിക്ക് വേണ്ടി ഇപ്പോൾ അമ്പലത്തിൽ കാത്തിരിക്കുകയാണ്. ഞാൻ മറുജന്മം എടുത്തത് തന്നെ അവൾക്ക് വേണ്ടിയാ. അവളുമായി ചേരുക തന്നെ ചെയ്യും. ആദിശേഷ, അവളല്ല നിന്റെ ശിവാനി, ഞാനാണ് നിന്റെ ശിവാനി. എന്റെ കോപത്തെ വെറുതെ പരീക്ഷിക്കരുത്. നീ നാഗലോകത്തുള്ളവളാണെന്ന് എനിക്കറിയാം. എന്നാൽ നിന്റെ നിജരൂപം എനിക്കറിയില്ല. നിന്നോട് ഞാൻ ക്ഷമിച്ച് നിന്റെ ജീവൻ ദാനം നൽകിയിരിക്കുന്നു. എന്റെ വഴിക്ക് തടസ്സം നിൽക്കരുത്. എടാ, ഈ അമ്പലത്തിലും ഇല്ലടാ. എന്നെ കൊണ്ടാവില്ലടാ. കുറെ കാലത്തിന് ശേഷം ഞാൻ ഇത്രയും ക്ഷീണിച്ചിട്ടില്ല. ദിഗ്വിജയ്, ഈ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി എവിടെയാന്ന് വെച്ചിട്ടാ തേടുക. എനിക്കും എന്തോ ഈ തെരച്ചില് വെറുതെ ആണെന്ന് തോന്നുന്നത്. ബാബയുടെ അടുത്ത് പോയി വേറെന്തെങ്കിലും ഒരു മാർഗം ചോദിച്ചാലോ? അപ്പോഴൊക്കെ ഇരുട്ടാകത്തില്ലടാ. അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നേ? സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമുക്ക് സമയം ബാക്കിയുണ്ട്. എനിക്ക് തോന്നുന്നത് തെരഞ്ഞു നമ്മുടെ ജീവൻ പോകുന്ന. നാഗമാണിക്യം നമ്മുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് ജീവിതം അടിപൊളിയായിരുന്നു. അത് കൈ കിട്ടിയപ്പം മുതലേ കഷ്ടകാലം തുടങ്ങി. കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. നാഗമാണിക്യത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ നേരിട്ടേ പറ്റൂ. ആലോചിച്ചു നോക്ക്. നിങ്ങൾക്കാർക്കും നാഗമാണിക്യം വേണ്ടേ? ഞാനുണ്ടാവും. വാ പോകാം. ഞാനും വരുന്നുണ്ട്. ഭൈരവ ബാബു പറഞ്ഞത് 100 മൈൽ പരിധിക്കുള്ളിൽ 6 ശിവപ്രതിഷ്ഠാ ക്ഷേത്രങ്ങളുണ്ടെന്നാ. അതിൽ നമ്മളിപ്പോൾ 5 എണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇനി ഒരെണ്ണം മാത്രമാ. അതെടാ, ഇനി നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാം. അവിടെ അവരുണ്ടെങ്കിൽ ആരും ഒരു കാരണവശാലും പേടിക്കണ്ട. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും ആവില്ല. ഇന്ന് തന്നെ രണ്ടിനെ നമുക്ക് തീർക്കുകയും ചെയ്യാം. വണ്ടിക്കറ. മഹാദേവ, സൂര്യൻ അസ്തമിക്കാറായി. എന്നിട്ടും എന്റെ ആദിശേഷൻ ഇതുവരെ വന്നില്ലല്ലോ. അവൻ വരുന്നതിന്റെ ഒരു സൂചന പോലും കാണുന്നില്ല. അതെന്താ മഹാദേവ? അപ്പോ നിനക്ക് ഞങ്ങളെ രണ്ടുപേരും ഒന്നാകുന്നതിൽ ഇഷ്ടമില്ലേ? ഞങ്ങൾക്ക് നിന്റെ ആശീർവാദം ഉണ്ടാവില്ലേ? 23 വർഷങ്ങളായിട്ട് അവനില്ലാതെയാ ഞാൻ ജീവിച്ചത്. എന്റെ ശ്വാസം നിലനിൽക്കുന്നത് തന്നെ അവനെ എനിക്ക് ഒരു ദിവസം കിട്ടുമെന്ന വിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ നീ ഇല്ലാതാക്കരുത് മഹാദേവ. എന്റെ ആദിശേഷനെ എനിക്ക് തിരിച്ചു തരണം ദൈവമേ. എനിക്ക് അവനെ തിരിച്ചു വേണം. തരില്ലേ നീ എനിക്ക്? സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ അവനെ ഇവിടേക്ക് എത്തിച്ചേ പറ്റൂ. എന്റെ പൂജ അവസാനിക്കാറായിട്ടും നീ എന്റെ ആദിശേഷനെ കൊണ്ടുവന്നില്ല അല്ലേ? ഞങ്ങളെ ഒന്ന് ചേർത്തില്ല അല്ലേ? ഈ ഭക്തയുടെ വേദന നീ പരിഹരിക്കില്ല അല്ലേ? അറിയൂ മഹാദേവ,
ദേവാദിദേവകളുടെ അധിപതിയാണ് നീ. രാക്ഷസർ തപസ്സിരുന്നാൽ പോലും അവരാഗ്രഹിച്ചതെല്ലാം കൊടുത്തവനാണ് നീ. ദുഷ്ടരെ സംഹരിക്കുന്ന തൃക്കണ്ണനാണ് നീ. കഷ്ടതകളെല്ലാം പരിഹരിക്കുന്ന മഞ്ജുനാഥനാണ് നീ. അങ്ങനെയുള്ള നിനക്ക് എന്റെ കണ്ണുനീര് കാണാൻ പറ്റുന്നില്ലേ? നിന്റെ പത്നി പാർവതിക്ക് അർദ്ധദേഹം കൊടുത്ത് അർദ്ധനാരീശ്വരനായി മാറിയവനാണ് നീ. എന്നിട്ട് ഞങ്ങളുടെ സ്നേഹത്തെ ഒന്നാക്കുന്നില്ല. എനിക്കെന്റെ ആദിശേഷനെ വേണം. ഞങ്ങളുടെ പ്രണയം അനശ്വരമായി തീരണം. നീ എന്റെ വാക്ക് കേൾക്കുന്നവരെയും ഞാനിത് കൊട്ടിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും നിർത്തില്ല. എന്നെ ധിക്കരിച്ചു പോയില്ലേ നീ? ശിവാനിയെ കണ്ടുപിടിച്ച് അവളെ പ്രാപിക്കുവാൻ നീ പോയല്ലോ ആദിശേഷ. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഒന്നാവരുത്. നിങ്ങളുടെ കൂടിക്കാഴ്ച ഒരിക്കലും ഉണ്ടാവരുത്. ഇല്ല, എന്റെ ആദിശേഷനെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. എന്റെ ആദിശേഷൻ എപ്പോഴും എന്റേത് മാത്രമായിരിക്കണം. ഞാൻ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ അതിനു വേണ്ടി പ്രയത്നിച്ചേ പറ്റൂ. എന്തെങ്കിലും ചെയ്ത് ആദിശേഷനെ തടയണം എനിക്ക്. ഞാനിപ്പോ കൈകെട്ടിയിരുന്നാൽ പിന്നീട് ഒരിക്കലും ആദിശേഷനെ എനിക്ക് കിട്ടില്ല. എനിക്ക് നാഗലോകത്തിന്റെ യുവറാണിയാകാൻ പറ്റില്ല. ഇല്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് ആദിശേഷനെയും വേണം, നാഗലോകത്തിന്റെ മഹാറാണി എന്ന പട്ടവും വേണം. ഞാൻ ആദിശേഷനെ പ്രാപിക്കുക തന്നെ ചെയ്യും.